ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ അവിലും ശർക്കരയും പഴമൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരണ്ടിയതും അവിലും ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തതും. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ശർക്കര നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ ചെറുപഴമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചെറുപഴത്തിനെ ഒരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. നമ്മുടെ പഴയകാല സ്നാക്കാണിത്. പഴയകാലമാണെങ്കിലും സൂപ്പർ ഹെൽത്തിയാണ്. അവിൽ എന്ന് പറഞ്ഞാൽ മട്ട അവില് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഉടച്ചെടുക്കാം. അപ്പോൾ അത്ര നന്നായി പഴുത്ത പഴമല്ല ഇത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് ശർക്കരയും അവിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ അവിലൊരു ബലം ഉണ്ടാവും. നമ്മളിങ്ങനെ പഴത്തിൽ കൂട്ടി കുഴച്ച് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് തന്നെ യോജിപ്പിക്കുക. ഇത് നമുക്ക് സ്പൂണൊന്നും വെച്ച് ചെയ്യേണ്ട, നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് കൂട്ടി കുഴച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ ചെയ്യുന്നത്. പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്നൊരു സ്നാക്ക് ഐറ്റമാണിത്. ഇപ്പോൾ പുതിയ കാലത്ത് കുട്ടികൾക്ക് ഇതൊന്നും അത്ര വലിയ പരിചയം ഉണ്ടാവാൻ വഴിയില്ല. ഇനി നമുക്ക് പഴയ സ്നാക്സിനൊക്കെ ഇതുപോലെ സൂപ്പർ ടേസ്റ്റിൽ തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എള്ള് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനൊക്കെ വളരെ നല്ലതാണ്. എള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിനെ ഇതുപോലെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോളാക്കി എടുക്കുക. ഇതുപോലെ കുറച്ച് നന്നായിട്ട് കൈ കൊണ്ട് നന്നായി ഉരുട്ടി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പുറം വശം നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ കഴിക്കാം. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റവയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വറുത്ത റവയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ കാണാൻ ഒരു ഭംഗിയായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, അല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ട് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.